നമസ്കാരം. ഇന്നലെ വൈകിട്ട് കാഞ്ചിയാർ സുവർണഗിരിയിൽ ഭൂരിഭാഗം ആളുകളും ദൃശ്യപരമായി അറിഞ്ഞ അസാധാരണ സംഭവമാണ് നടന്നത്. അയൽവാസിയായ ബാബുവും കാക്കാട്ടുകട സ്വദേശിയായ കളപ്പുരയ്ക്കൽ സുബിൻ ഫ്രാൻസിസും തമ്മിലുള്ള വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിച്ചു. ബാബു കോടാലി ഉപയോഗിച്ച് സുബിനെ വെട്ടിക്കൊന്നു. മരണത്തിന് കീഴടങ്ങിയ 35 വയസ്സുകാരൻ സുബിൻ ഫ്രാൻസിസ് ഗർഭിണിയായ ഭാര്യ ലിബിയയെ കാണാനാണ് ഇന്നലെ വൈകിട്ട് കാഞ്ചിയാർ സുവർണഗിരിയിൽ ഭാര്യയുടെ വീട്ടിലെത്തിയത്. ഭാര്യ വീട്ടിലെത്തിയ സുബിനും അയൽവാസിയായ ബാബുവും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുകയും അത് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. സുബിൻ ഇവിടേക്ക് എത്തിയപ്പോൾ അയൽവാസിയായ ബാബു സുബിനുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. തർക്കം സംഘർഷത്തിലേക്ക് തിരിഞ്ഞപ്പോൾ പ്രകോപിതനായ ബാബു രോഷാഭിവേഗത്തിൽ കോടാലി ഉപയോഗിച്ച് സുബിനെ ആക്രമിച്ചു. സുബിനെ ആക്രമിച്ച ശേഷമുള്ള അവസ്ഥയിൽ വീട്ടുകാരും പ്രദേശവാസികളും ചേർന്ന് സുബിനെ ഉടനെ തന്നെ കട്ടപ്പനയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എങ്കിലും സുബിന്റെ നില അതിവേഗത്തിൽ വഷളായി. ആശുപത്രിയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ആക്രമണത്തിന് ശേഷം ബാബു വീട്ടിൽ ഒളിച്ചിരുന്നു. ലോക്കൽ പോലീസ് ഉടൻ സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ബാബു പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. ഈ ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ഉദയകുമാറിന് പരിക്കേറ്റു. പോലീസിന്റെ നിരന്തര ശ്രമഫലമായി ബാബുവിനെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി പിടികൂടാനായി. തുടർന്നുള്ള അന്വേഷണത്തിൽ ബാബുവിന്റെ അമിത മദ്യപാനത്തിന്റെയും പതിവ് ആക്രമണ സ്വഭാവത്തിന്റെയും ചരിത്രം കണ്ടെത്തി. സുബിന്റെ മരണം നാട്ടുകാരിലും സുഹൃത്തുക്കളിലും ഒരു വലിയ ഭയം ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു സുബിൻ. പോലീസ് കേസിന്റെ അന്വേഷണം ശക്തമാക്കുകയും കോടതിയിൽ തെളിവുകൾ സമർപ്പിക്കുകയും ചെയ്യും. ബാബുവിനെതിരെ നടപടികൾ എടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ സംഭവത്തിൽ നിന്നും സമാധാനവും സഹജീവികളുടെ പ്രത്യാശയും നശിക്കാതെ ഇരിക്കുന്നതിനുള്ള ആവശ്യം ഉൾക്കൊള്ളേണ്ടതാണ്. സമൂഹം ആക്രമസക്തമായ പ്രവൃത്തികൾക്കെതിരെ ഒന്നിച്ച് നിലകൊള്ളുകയും നീതി നടപ്പാക്കാൻ പിന്തുണ നൽകുകയും വേണം. സുബിന്റെ മരണത്തിൽ പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബാബുവിനെതിരെ നിരന്തരം ലഭിച്ചിരുന്ന പരാതികളും ഇവിടെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ മരണം പോലുള്ള ദുരന്തങ്ങൾ തടയാൻ സമൂഹവും മുന്നൊരുക്കങ്ങൾ നടത്തണം. ഈ ദാരുണ സംഭവത്തിന്റെ മൂലകാരണങ്ങൾ വ്യക്തമായി പുറത്തു കൊണ്ടുവരാനും നീതി നിർവഹണത്തിനുള്ള നടപടികൾ ഉടനടി ആരംഭിക്കും.